ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മടൂർ സാഹിബ് അല്ലേ? അതെ. ഞാൻ കൊണ്ടോട്ടിന്നാണ് വിളിക്കുന്നത്, കൊണ്ടോട്ടി പുളിക്കൽ. നിങ്ങൾ ഞാൻ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ മറ്റേ കൂടോത്ര വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടേ. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. മടവൂർ സാഹിബിന് ഇന്ന് അങ്ങനെ സംസാരിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ എന്നൊരു ഒരു സംശയം. ഞാൻ പഴയ ഒരു മർക്കസ് ദേവ പ്രവർത്തകനാണ്, ഇപ്പോഴും മർക്കസ് ദേവ ആദർശം മുന്നോട്ട് വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചോദിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായ കാലം മുതൽക്ക് ഈ കൂടോത്രം, ആഭിചാരം, മന്ത്രവാദം അതിനെതിരെ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ചെറുപ്പം മുതലേ പഠിച്ചു വന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിക്കുന്നത് കൂടോത്രം കുറ്റകരമാണ്, മാരണം കുറ്റകരമാണ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നൊക്കെ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അത് ഫലിക്കുമെന്ന് മടൂർ സാഹിബ് വിശ്വസിക്കുന്നുണ്ടോ? ഏത് ഫലിക്കുമെന്ന്? അതായത് മണ്ണിന്റെ അടിയിൽ എന്തെങ്കിലും സാധനം കുഴിച്ചിട്ടാൽ. അല്ല, നിങ്ങളിപ്പോ ചോദിച്ചത് എനിക്ക് അതിന് അർഹത ഉണ്ടോന്നാണല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, അർഹത ഉണ്ട്. താങ്കൾ അത് വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ താങ്കൾക്ക് അർഹത ഇല്ലല്ലോ. താങ്കൾ അതിൽ ഒരു മനുഷ്യന് മണ്ണിന്റെ അടിയിൽ അർഹത വേണ്ട. അല്ല, മണ്ണിന്റെ അടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടാൽ എന്തെങ്കിലും അസുഖം വരുമെന്നുള്ള ഒരാൾക്ക് വിശ്വസിക്കുന്നത്, പിന്നെ അയാൾക്ക് അത് പറയാൻ അർഹത ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഹലോ 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 ഫോണ് ഹലോ. നിങ്ങൾ കട്ടായി പോയിട്ട് കാര്യമില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ വിശ്വാസം. ചാനലിൽ വന്നിട്ട് വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ മടൂർ സാഹിബ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആത്മാർത്ഥത ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് പോലും വ്യക്തമായ വിശദീകരണം തരാൻ സാധിക്കാത്ത താങ്കളാണ് അവിടെ പോയിട്ട് ആഭിചാരം, മന്ത്രവാദമൊക്കെ ഡയലോഗ് അടിക്കുന്നത്. നിങ്ങളുടെ ആദർശം പോലും ഒരു ഫോണിലൂടെ ഒരാളോട് പറയാൻ കഴിയുന്നില്ല. ഇതാണ് നിങ്ങളുടെ തൗഹീദ്. നിങ്ങൾ ഫോൺ കട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ റീപ്ലൈ തരില്ല എന്നും മനസ്സിലായി. പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ.